എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. മകരക്കൂറിൽ ജനിച്ചവരുടെ ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ 7 ശനി മൂലം ഉണ്ടായിരുന്ന ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. വ്യാഴത്തിൻ്റെ 5ാം ഭാവ സഞ്ചാരം മൂലം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ സന്തോഷം അധികരിക്കും. ചൊവ്വ 26-ാം തീയതി വരെ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് ലാഭസ്ഥാനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അതേസമയം ശുക്രനും ബുധനും ചേർന്ന് അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും മന്ദത അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത സാഹചര്യം വന്നു ചേരും. ഈ മാസം സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. 22-ാം തീയതി ബുധൻ വക്രഗതിയിൽ കർക്കിടകത്തിലേക്ക് മാറിയതിനു ശേഷം വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും. സൂര്യൻ 16-ാം തീയതി വരെ 7-ലും പിന്നീട് അഷ്ടമരാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ അഷ്ടമരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പിതാവിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സർക്കാർ ജോലിയിൽ ഉള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. ഓഗസ്റ്റ് 6, 7 ഈ തീയതികൾ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും മകരക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കൂറിൽ ജനിച്ചവർക്കായുള്ള ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.